അങ്ങനെ ഇന്നത്തെ കഴിഞ്ഞു. പൗഡറൊക്കെ കഴുകിക്കളഞ്ഞ് സ്വന്തം രൂപം തിരിച്ചു പിടിക്കാം. 55, 56, 57, 58, 59, മൊത്തം തന്നോളൂ. കാക്കയെ ഞാൻ ഇറങ്ങി. നീ വീട്ടിലേക്ക് പോക്കൂ. അല്ല, നമ്മുടെ എംഡിയും ചെയ്യുമ്പം ഇതുവരെ ഇറങ്ങിയിട്ടില്ലേ? ഓ എന്റെ വയ്ക്കത്തപ്പാ, ഇപ്പൊ മനസ്സിലായി. എന്താടാ തേണ്ടി ആദ്യം പറയാത്തത്? ഇതെങ്ങാനും ആ മിന്നുമോൾ അറിഞ്ഞാൽ അന്ന് തന്നെ ആ തറവാട്ടിൽ അടിച്ചു പുറത്താക്കും. അതോർത്ത് സാറ് വിഷമിക്കണ്ട, അവരിപ്പോഴും ഇറങ്ങൂല. അല്ല സാറേ, രണ്ടുപേരും ഈയിടെയായിട്ട് ഭയങ്കര ഡിസ്കഷനിലാണ്. എന്താ? അല്ല, ഡിസ്കസ് ചെയ്ത് നമ്മുടെ മിന്നു മേഡത്തിനെ ആദ്യം സാർ അടിച്ചിട്ട് പോകോ? മിന്നുമോളെ പറ്റി ഇനി ഒരു അക്ഷരം പറഞ്ഞാൽ അവൾ എന്റെ മോൻ രാഹുൽ കെട്ടാൻ പോണ പെണ്ണാ. മിന്നു, ഞാൻ പറയുന്നത് കേക്കണ്ട. ആദിയുടെ പുരാണം നീ കേക്കണം. എന്റെ വീട്, അച്ഛൻ, അമ്മ. ഞാൻ പറഞ്ഞല്ലോ, കൊറേയൊക്കെ എനിക്ക് അറിയാം. നിനക്കറിയാത്ത പലതും ഉണ്ട്. ഇനി എന്തെങ്കിലും കാരണം പറഞ്ഞു ഒഴിഞ്ഞു മാറാനാണെങ്കിൽ അങ്ങനെ ആയിക്കോ. ആദ്യമായിട്ട് എനിക്ക് തിരിച്ചു തന്ന സന്തോഷങ്ങളും സ്വപ്നങ്ങളും തിരിച്ചെടുക്കാനാണെങ്കിൽ എനിക്കൊന്നും കേക്കണ്ട. നിനക്ക് മിന്നുമോളെ ഇഷ്ടാണോ? അതെ. എന്റെ മനസ്സിലും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അളിയാ, പെങ്ങളെ ജീവിച്ചിരുന്നപ്പോ എനിക്ക് തന്ന വാക്കാ മിന്നുവിന്റെയും എന്റെ മകൻ രാഹുലിന്റെയും കല്യാണം. വാക്കല്ലി മാറ്റാൻ പറ്റും, നാക്ക് മാറ്റാൻ പറ്റില്ല. എന്തായി അറിയാ, ആദിത്യനും ലക്ഷ്മിയും വന്നതിന് ശേഷമാണ് നഷ്ടപ്പെട്ടു പോയ എന്റെ മോളുടെ കളിയും ചിരിയും എനിക്ക് തിരിച്ചു കിട്ടിയത്. എന്റെ മോളുടെ സന്തോഷമാണ് എനിക്ക് വലുത്. അതുകൊണ്ട് ഇവരുടെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ആന്റണി, ആദിത്യന്റെ കോലോത്തി എന്ന് അച്ഛനോടും അമ്മയോടും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയണം. അന്നിങ്ങ് വന്നേ. അതെ, ഈ കല്യാണം കഴിഞ്ഞിട്ട് വേണം നമുക്ക് എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ കാര്യം തീരുമാനിക്കാൻ. ഈ കാര്യം പറയുമ്പോ എനിക്കൊരു ഏതാണ്ട് പോലെയാ ഒരിത്. ഇത്തരം സന്ദർഭങ്ങളിലാണ് സിനിമയിൽ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ അമ്മയെ ഇറക്കുമതി ചെയ്യാറ്. എന്റെ മോൻ ആശിച്ചതൊന്നും ഈ അപ്പ നടത്തി കൊടുക്കാതിരുന്നിട്ടില്ല. നീ പറഞ്ഞതുപോലെ ഞാനാണ് അവന്റെ അപ്പനെന്ന് അറിഞ്ഞ വേണ്ട. ഞാനായിട്ട് അവനൊരു ജീവിതം ഇല്ലാതാക്കണ്ട. കൊട്ടാരത്തിൽ ഒരു പെണ്ണിനെ തന്നെ എന്റെ മോൻ കെട്ടുമ്പോൾ ലക്ഷ്മിക്ക് വലിയ സന്തോഷാവും. അവരുടെ സന്തോഷ ആന്റണിയുടെ സമ്പാദ്യം. ഈ അപ്പനൊരു അപേക്ഷയുണ്ടെന്ന് ആദ്യോട് പറയണം. ആദ്യം മോന്റെ അച്ഛൻ മരിച്ചെന്ന് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, പക്ഷേ വേറൊരു അപ്പനെ കൊണ്ടുവന്ന് നാടകം കളിക്കരുത്. അത് ചിലപ്പോ ഈ അപ്പന് സഹിക്കില്ല. ഞാൻ തടഞ്ഞില്ല. തടഞ്ഞാലും ആന്റണി ചെന്ന് നിൽക്കില്ലെന്ന് എനിക്കറിയാം. ലക്ഷ്മിയമ്മേ, നമ്മളൊക്കെ വെളുത്തവരാ, ആന്റണിച്ചൻ കറുത്തവനും. പക്ഷെ ആന്റണിച്ചന്റെ മനസ്സിന്റെ വെളുപ്പ് നമുക്കാർക്കുമില്ല. അതുകൊണ്ട് ഞാനും ആന്റണിച്ചന്റെ അടുത്തേക്ക് പോവാ. ലക്ഷ്മിയമ്മേ, ലക്ഷ്മിയമ്മ എന്നും എന്റെ ആദിയുടെ ഒപ്പം ഉണ്ടാവണം. എവിടേക്കും വിടില്ല ഞാൻ എന്റെ ലക്ഷ്മിയമ്മ. ലക്ഷ്മിയമ്മ, എന്താ പറ്റി? ഒന്നുമില്ല മോളെ,
മോടെ സ്നേഹം കണ്ടപ്പോ ഈ ലക്ഷ്മിയമ്മ എന്താ ഇങ്ങനെ കുട്ടികളെ പോലെ? ലക്ഷ്മിയമ്മേ, ലക്ഷ്മിയമ്മേ, അച്ഛാ, അച്ഛാ. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചല്ലേ ഇന്നലെ കിടന്നത്? രാത്രി ലക്ഷ്മിയമ്മ കുറെ കരയുന്നുണ്ടായിരുന്നു. അളിയാ, അളിയാ. ഓ, എന്താളിയാ? ലക്ഷ്മിയെ കാണാനില്ലാതെ. ഞാൻ അന്നേ പറഞ്ഞതാ കണ്ടുവരെ വിളിച്ച് തറവാട്ട് കയറ്റി കിടത്തരുത്. ഇപ്പൊ എന്തായി? എന്റെ അളിയ, അതൊക്കെ പിന്നെ പറയാം. അളിയനൊന്ന് അന്വേഷിച്ചേ. നീ പോയി വേലക്കാരുടെ മുറി നോക്ക്, ഞാൻ ആ പൊട്ടന്റെ മുറി നോക്കട്ടെ. അമ്മ ഞാനൊന്ന് പറയുന്നു. മോനെ, അപ്പനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സന്തോഷവും നമുക്ക് വേണ്ട. അപ്പന്റെ കണ്ണീര് വീണ കേതി പിടിക്കില്ലെന്ന്. അമ്മ കരയാതിരിക്കേ. നേരെ ഒന്ന് വെളുത്തോട്ടെ. എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് നമുക്കിവിടെ നിറങ്ങാം. കരയല്ലേ എന്ന്. പൊട്ടനെ കാണാനില്ലല്ലോ. അപ്പൊ രണ്ടുപേരും കൂടെ സ്ഥലം വിട്ടതായിരിക്കും. എന്തൊക്കെയാണാവോ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുന്നത്. ഇനി ആ മാനേജരെ പിടിക്കാം. എല്ലാരും വേഗം വാ. അച്ഛനും മകളും കൺകുളിർക്കെ കാണാൻ. ഇനിയെങ്കിലും ഈ മാധവർമ്മ പറയുന്നു ഒന്ന് വിശ്വസിക്ക്. എനിക്കന്നേ സംശയമുണ്ടായിരുന്നു. കോലത്തെ അടിച്ചു തളിക്കാർ ഇവിടെ തന്നെ എത്തണമെങ്കിൽ തമ്പുരാൻകുട്ടിക്ക് ഇവളുമായി എന്തോ ശരിയല്ലാത്ത ബന്ധമുണ്ടായിരുന്നു. വേണ്ട, ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. ഓ, എന്നാലും നിങ്ങൾ എന്തൊരു സ്ത്രീയാണ്. മകന്റെ പ്രായമുള്ള ഒരു പയ്യനുമായി. അതെ, മകൻ തന്നെയാ. ഈ അമ്മ പ്രസവിച്ച സ്വന്തം മകൻ. ഇനിയും പറയാം, എന്നെ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഡ്രൈവർ ആന്റണി എന്റെ അപ്പനാ. എന്താ എല്ലാരും നോക്കി നിൽക്കുന്നേ? അടിച്ചിറക്കടായി തള്ളേ മോനെ. ഒന്നും ചെയ്യല്ലേ മോനെ. നടക്കടാ. ഇടചൊല്ലി പിരിയുവാൻ വയ്യെങ്കിലും വിലപിച്ചു തീരുവാനല്ലെങ്കിലും വിധിയെന്ന വേടന്റെ വിഷമുള്ള ശരമേറ്റു വിഘടിച്ചു പോകുന്നു നമ്മൾ. അറിയാതെ അറിയാതെ